എല്ലാവർക്കും നമസ്കാരം. ഇന്ന് April 2 ഓട്ടിസം അവയർനെസ് ഡേ ആണ്. അപ്പോൾ നമ്മുടെ 2026 തീം എന്ന് പറയുന്നത് ഓട്ടിസം ആൻഡ് ഹ്യൂമാനിറ്റി, എവറി ലൈഫ് ഹാസ് എ വാല്യൂ അല്ലെ. എല്ലാ ജീവനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. സോ ഈ ഓട്ടിസം എന്ന് പറയുന്നത് അതൊരു രോഗമായിട്ട് നമുക്ക് കണക്കാക്കപ്പെടുന്ന ഒരു കാര്യമല്ല. അതൊരു മനുഷ്യ മനസ്സിൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. അത് ജനിതകപരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്സിനേഷൻ കുത്തിവെച്ചിട്ടോ ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയല്ല. കൂടുതലായിട്ടും കുഞ്ഞുങ്ങളിൽ നമുക്ക് ഓട്ടിസം കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് 1-1.5 വയസ്സോട് കൂടിയിട്ട് നമുക്കത് തിരിച്ചറിയാനായിട്ട് പറ്റും, നമ്മുടെ കുഞ്ഞിന് ഓട്ടിസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് എല്ലാ പാരൻസും കൃത്യമായിട്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ആ ഒരു ഡെവലപ്മെന്റ്, നമുക്ക് ആ ഒരു പീക്കായിട്ടുള്ള ഒരു മൊമെന്റ് ആണ്, അല്ലെങ്കിൽ പീക്കായിട്ടുള്ള ഏജ് ആണ് അത് 1-1.5 വയസ്സെന്ന് പറയുന്നത്. ആ ഏജിൽ തന്നെ കുഞ്ഞുങ്ങളെ ഡെവലപ്മെന്റൽ അസസ്മെന്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം എന്താ പറയുക, അതിലെന്തെങ്കിലും ഡിലേ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. അത് ഏത് തരത്തിലുള്ള ഡിലേ ആണെന്നുള്ളത് നമ്മൾ പാരൻസ് മനസ്സിലാക്കുക. ഓട്ടിസത്തിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് മിക്കവർക്കും അറിയായിരിക്കും, അവർക്ക് ഐ കോണ്ടാക്ട് കുറവായിരിക്കും. മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെ അവർക്ക് ചെയ്യണം. ചില കുഞ്ഞുങ്ങൾക്ക് സിറ്റിംഗ് ടോളറൻസ് കുറവായിരിക്കും, സ്പീച്ച് ഡിലേ കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. സിറ്റിംഗ് ടോളറൻസ് കുറവായതുപോലെ തന്നെ അവർക്ക് കമ്മ്യൂണിക്കേഷന് ബുദ്ധിമുട്ടുണ്ട്, മറ്റു കുഞ്ഞുങ്ങളുമായിട്ട് കളിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് എപ്പോഴും സെൽഫ് പ്ലേയിങ് ആയിരിക്കും താല്പര്യം കാണിക്കുന്നത്. ചില കുഞ്ഞുങ്ങൾ ഏതെങ്കിലും ബോഡി മൂവ്മെന്റ്സ്, ഏതെങ്കിലും ബോഡി പാർട്സ്, ഹാൻഡ് ഫ്ലാപ്പിംഗ്, അങ്ങനത്തെ ഏതെങ്കിലും ബോഡി പാർട്സ് അനക്കിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം. ഈ ക്യാരക്ടർ ഫീച്ചേഴ്സ് എല്ലാം എല്ലാ കുട്ടികളും ഒരുപോലെ അല്ല, കുഞ്ഞുങ്ങളിൽ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഒരു കാര്യം കണ്ടു എന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞിന് ഓട്ടിസം എന്ന് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ട് പറ്റുന്നതല്ല. ഓട്ടിസം നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്കോറിങ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സ്കോറിംഗ് റേഞ്ചസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഓട്ടിസം സിവിയർ ആണോ, മൈൽഡ് ആണോ, മോഡറേറ്റ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളെ നമുക്ക് മാറ്റി നിർത്തുകയല്ല വേണ്ടത്, അവർ നമുക്ക് ഒരുമിച്ച് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതിന് ആദ്യം വേണ്ടത് പാരൻസിന് ഒരു കൗൺസിലിംഗ് ആണ്. അപ്പോൾ പാരൻസ് കുഞ്ഞുങ്ങൾ, അതായത് ഓട്ടിസം കുഞ്ഞുങ്ങളുള്ള പാരൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, അത് മനസ്സിലാക്കുക, കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത്. അതനുസരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. വേണ്ട രീതിയിലുള്ള തെറാപ്പീസും ഫോളോ അപ്പും കൃത്യമായിട്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണുന്നവരെ കീപ് സപ്പോർട്ടിങ് മൈ ചാനൽ. ഓക്കെ, ബൈ.